പുസ്തകത്തിന് വലിപ്പം കൂടുന്നത്. And it might be a big book because of number of people. ദാനിയേൽ 7:10 നാം ഇങ്ങനെ വായിക്കുന്നു. Daniel chapter 7 verse number 10. വെളിപ്പാട് 20:12 ഇങ്ങനെ വായിക്കുന്നുണ്ട്. Revelation 20:22 also. ഒരു ന്യായ പുസ്തകം അവിടെയുണ്ട്. There is a book of judgment. അല്ലെങ്കിൽ വെളിപ്പാട് 20:12 നാം വായിക്കുന്നുണ്ട്. We see in the Revelation 20. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവൃത്തിക്കൊത്തവണ്ണം അവർക്ക് പ്രതിഫലം കിട്ടും. And they will be receiving reward based on their works. ന്യായവിധിയുടെ പുസ്തകമാണ്. That is a book of judgment. ജീവപുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഇതിനകത്ത് പേരുണ്ടെന്ന് ഉറപ്പാണ്. If you is not mentioned in the book of life, it will be mentioned here. എന്റെ പേര് സ്വർഗ്ഗത്തിലുണ്ടെന്ന് ഓർത്താൽ സന്തോഷിക്കുന്നുണ്ട്. So don't be happy because your name is in heaven. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പേര് മതിയല്ലോ. No, you just think that it should be mentioned in any one. എവിടെയാണെന്ന് ഇന്ന് രാവിലെ ഉറപ്പിച്ചു. You should know where your membership is. എവിടെങ്കിലും മെമ്പർ ആണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. It doesn't matter just because a member anywhere. ഓരോ മെമ്പറിനും ഓരോ വിലയാണ്. Every member has their value. പഞ്ചായത്ത് മെമ്പറിന് അത്ര വിലയുള്ളത്. Panchayat member has his own significance. എന്നാൽ പാർലമെന്റ് മെമ്പർ ആണെങ്കിൽ അതിനെക്കാട്ട് വലിയ വിലയാണ്. Parliament member has more value. കണ്ടാ വലിയ വലിപ്പമൊന്നുമില്ല പേരിനകത്ത്. But you might think it's not so great. പഞ്ചായത്ത് എന്താ പാർലമെന്റ് എന്ന് അറിയണം. But Panchayat and Parliament have big difference. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു കെട്ടിടമല്ലയോ. Oh, in Parliament is a round building. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടല്ലോ. Oh, Panchayat is so much bigger. അതല്ലേ ഇത് രാവിലെ വിഷയം. That doesn't matter. പേര് എവിടെയാണെന്ന് എനിക്കറിയണം. You should know where your book name is. ന്യായവിധി പുസ്തകമാണ്. It is a book of judgment. രാവിലെ ജീവിതം തമാശയായിട്ട് എടുക്കരുത്. Do not take your life as a joke. നമ്മൾ സന്തോഷത്തോടെ വചനം കേൾക്കുകയാണ്. Really listening to the word of God in ജീവിതം joy. വെറുതെ കളഞ്ഞു കുളിക്കുവാനുള്ളതല്ല. Your life is not to be spoiled just like that. സ്വർഗ്ഗത്തിൽ സ്ഥിരം ചലിക്കുന്ന ഒരു കരമുണ്ട്. There is a hand that is moving in heaven. മത്തായി പറയുന്നു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധിയിൽ കണക്ക് ബോധിപ്പിക്കണം. Every single word that comes out of our mouth, we have to pay an answer for that. അങ്ങനെ ചിന്തിക്കുമ്പോൾ When you think that way, ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എനിക്കൊരു കാഴ്ച കാണാം. when I am preaching from here, ഞാൻ പറഞ്ഞ വാക്കുകൾ സ്വർഗ്ഗം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. every word that I say is mentioned in heaven. മാർക്കോസ് പറയുന്നു, അതിന്റെ ഹൃദയത്തിലെ ചിന്തകളെ ഞാൻ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. There is a day when your thoughts are even judged. I can see one page is separated for me. One page will be dedicated for me in that book. അടുത്ത പദം പറയുന്നു, അവന്റെ സകല പ്രവൃത്തികൾക്കും ന്യായവിധി ഉണ്ടാകും. Every work that he did will be judged also. Words and deeds and thoughts will be judged on that day. Words and deeds and thoughts will be judged. രാവിലെ വർത്തമാനം സൂക്ഷിച്ചു പറയണം. This morning we should control our tongue and words. മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. Be very careful when you talk about others. സഹോദരനെ നിസ്സാര എന്ന് കണക്കാക്കിയ നരകം. Do not count your brother as a silly. മാതാപിതാക്കൾക്ക് വഴിപാടെന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാതെ വരും. You might not say or talk up against your parents. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കോപിപ്പിച്ചാൽ പാപം ചെയ്യുകയാണ്. Do not make your children upset also. ഇന്ന് രാവിലെ എല്ലാറ്റിനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. This morning everything is recorded in that book. അടുത്തൊരു പുസ്തകം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. We are going to read one more book. അവസാനത്തെ പുസ്തകം ഫിലിപ്പിയ ലേഖനം 4:17. Philippians chapter 4 verse number 17. അതിഥികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സമയം കൊടുക്കണമല്ലോ. I'm going to wind up quickly. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. These are things that you understand well. മനസ്സിലാകുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. There is only one thing that we don't understand. ഇതൊക്കെ പേരുണ്ടോ ഇല്ലെന്ന് അറിയിക്കും. To know whether our name is mentioned in this book. ഫിലിപ്പിയർ 4:17. Philippians 4:17. അവിടെ ഇങ്ങനെ പറയുന്നത്. And it mentioned there. എന്റെ വേർഷൻ ട്രാൻസ്ലേഷൻ ഇങ്ങനെ, ഞാൻ ദാനമൊന്നും ആഗ്രഹിക്കുന്നില്ല. I am not looking for any gifts. പക്ഷെ നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലം. But whatever is credited. അവിടെ ഇങ്ങനെ വായിക്കുന്നില്ല, amount to your account. Whatever may be credited to your account. ഒരു അക്കൗണ്ടിന്റെ പുസ്തകങ്ങളുണ്ട്. There is a book of accounts in heaven. ഇത് പ്രാർത്ഥന ഒന്നും എഴുതി വെക്കത്തില്ല. They will not mention your prayer. അത് വേറെ പുസ്തകത്തില്ല. That is a different book. ഇത് പ്രസംഗിച്ചൊന്നും എഴുതി വെക്കത്തില്ല. They will not mention about അത് your. വേറെ പുസ്തകത്തിലാണ്. That's a different book for preaching. ഇൻകം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് മാത്രമേ It ഉള്ളൂ. only talks about income receipts and payments. പലപ്പോഴും നമ്മൾ ഈ ബുക്കിനകത്ത് മറ്റേത് എടുക്കുന്നത്. Sometimes we look in this book and things about other book. 21 days fasting എടുത്തല്ലോ. I took 21 days fasting. അതെന്താ ഇവിടെ കാണാതെ? Why is it not mentioned in the book of accounts? അത് ഞാൻ ആദ്യം പറഞ്ഞ പുസ്തകത്തില്ല. Oh, that is a different book. ഈ പുസ്തകത്തിനകത്ത് കണക്ക് പുസ്തകമാണ്. This is a book of accounts. അതുപോലെ ചോദിച്ചാൽ കാണിച്ചു തരും. You can ask your brother Roy, he will show you. അത് ഇവിടുത്തെ That is the account for this book. സ്വർഗ്ഗത്തിൽ അതുപോലെ ഒരു കണക്ക് പുസ്തകമാണ്. And there is a similar book in heaven. ആ കണക്ക് പുസ്തകത്തിന്റെ പ്രത്യേകത, And the specialty of that book. ലോകം മറന്നു കളഞ്ഞാലും മറക്കാത്ത കണക്കുകൾ അതിനകത്തുണ്ട്. There are certain accounts even if the world forgets you. എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, Even if you gave a glass of water in the name of the Lord. വെള്ളത്തിന് വിലയില്ലെന്ന് ലോകം പറയുന്നു. The world says the water doesn't have value. കൊടുത്ത നിന്റെ വില അതിനകത്ത് എഴുതിയിട്ടുണ്ട്. But if you gave that glass of water, it will be recorded in the book of accounts. എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രവാചകന്റെ പ്രതിഫലമുണ്ട്. If you received a prophet, you will receive a reward for ദാസനെ that. വെച്ച് ദാസനെ കൈക്കൊണ്ടാൽ ദാസന്റെ പ്രതിഫലമുണ്ട്. If you received a servant in your house, you will നീതിമാൻ എന്ന് receive a വെച്ച് reward. നീതിമാനെ കൈക്കൊണ്ടാൽ അതിന് പ്രതിഫലമുണ്ട്. If you received a saint in your house, you will be rewarded for that. 2 രാജാക്കന്മാർ 4:13 ഇങ്ങനെ പറയുന്നു. 2 Kings 4:13 says. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു ദേവദാസനോട് പ്രസംഗിച്ചതാണ് അതിന്റെ ഒരു ഭാഗം. And
Praise the Lord. ഹല്ലേലൂയ. നാം ഇങ്ങനെ വായിക്കുന്നത്, And we read there, നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലോ. oh, you have done this with so much pleasure. പട്ടണത്തിൽ പണമുള്ള അനേകരുണ്ട്, There are many people with money. പണമില്ലാത്ത അനേകരുണ്ട്. There are many people without money. പക്ഷെ ദൈവദാസന് വേണ്ടി, ദൈവ കുടുംബത്തിന് വേണ്ടി നീ ഇത്ര താല്പര്യത്തോടെ ഇതൊക്കെ ചെയ്തല്ലോ. You have done all these things for us. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? What shall I do for you? സഹോദര, ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, This morning the Spirit of God is talking to നീ us. ആരോടും പറഞ്ഞില്ല, You might not have mentioned. മനസ്സിലിരിക്കുന്നത് അറിഞ്ഞില്ല. Nobody knew about നിന്റെ that. കുടുംബം ഒരു തീരുമാനം എടുത്തു. The decision that your family made. മാസം ഈ ചെറിയ തുക ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. Every month we will give this money to you. ഇതുവരെ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, You will receive that blessing നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത like that never before. ആ ദേവദാസിക്ക് നീ അയച്ചു കൊടുത്ത പണമുണ്ടല്ലോ. That the brother and sister whom you are sending the money. സ്വർഗം പറയാ, And heaven is നീ saying, ഇത്ര താല്പര്യത്തോടെ, you have done with so നീ much. ഇത്ര താല്പര്യത്തോടെ You have done that with so much ഇത് ദൈവത്തിന് വേണ്ടി eagerness. ചെയ്തല്ലോ എന്ന്. You have done that for അത് the Lord. ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും ദൈവത്തിന്റെ ചോദ്യം അതാണ്. And heaven is asking you that With all question. this concern you have done it for me. What shall I do for you? All that consent you have done that നീ for me. ഇത്ര താല്പര്യത്തോടെ. With all that consent. ഞങ്ങളെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, Children, the Spirit of God is every talking. single coin that was spent in the presence of the Lord. Every small coin that you have given to the Lord. ഒരു ഞായറാഴ്ച ഞാൻ പറഞ്ഞ നമ്മുടെ ഭാഷയിലാണ്, ഒരു സഭായത്തിന് യേശു കടന്നുപോയി. One time, the worship service. അന്ന് യേശുവിന്റെ പ്രാർത്ഥനയൊന്നും മുഖ്യ വിഷയമല്ല. And Jesus didn't think about prayer at that time. യേശു അത് പ്രസംഗം ഒന്നും കേട്ടില്ല. And Jesus did not listen to any preaching that day. അന്ന് അവർ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും ഒരു വായിച്ചത് യേശു കേട്ടില്ല. And he doesn't listen to anything that is mentioned in the word He of was God. just sitting by the offertory box. He was sitting next to the offering box. അതിനടുത്തിരിക്കുകയാണ്. And he was sitting next to the offering box. വലിയ വലിയ ചെക്കുകൾ അതിനകത്ത് വീഴുന്നുണ്ട്. And he saw all those big checks falling in that box. യേശു അതിനൊന്നും എതിരല്ല. And Jesus was not against ഒരു it. സ്ത്രീ കടന്നു വന്നു. But another lady came. അവിടെ ഇരിക്കുന്നവർക്ക് അവളെ അറിയാം. And people there knew അവിടെ her. വരുമാനം എത്ര ഉണ്ടെന്ന് ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. People didn't know how much her income was. She opened her purse. She opened her purse. അതിനകത്ത് പണം എടുത്ത് അതിനകത്ത് And she put the coin in the offering box. തിരിച്ചവള് പോകുമ്പോൾ Afterwards she was leaving there. ആരൊന്നും പറഞ്ഞില്ല. Nobody mentioned anything. യേശു ഒരു കാര്യം പറഞ്ഞു. But Jesus mentioned something. ഉച്ചയ്ക്ക് കഴിക്കാൻ അവിടെ ആഹാരത്തിന് പണമില്ലെന്ന്. She doesn't have money to buy her lunch this afternoon. എന്റെ ഭാഷയെ പറയട്ടെ, In my words, അവള് കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടാ വന്നത്. she would have told her മക്കളെ, kids, മമ്മിയുടെ ഇത്രേ ഉള്ളൂ. oh dear children, my mom has ചിലപ്പോൾ not നമ്മൾ ഈ money. മാസം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും. Maybe we will have to go hungry this whole ഞാൻ month. അതിന് കൊടുക്കുകയാണ്. But I am going to give it to God. Hallelujah. When we give the valuables, When we give your valuables, God may move. God will move. ഒരുപക്ഷെ ദൈവം നമ്മെ അനുഗ്രഹിച്ചേക്കാം. And God may bless you. But when you take the precious out of your pocket, When you take the precious out, that will shake the kingdom of God. that will shake the kingdom of God. വിലപിടിപ്പുള്ളതിനാ ദൈവം രാവിലെ വില When you കൽപ്പിക്കുന്നു. give your precious to God, പഴയ നിയമത്തിൽ ഒരു ചരിത്രമുണ്ടല്ലോ. there is an incident in the Old Testament. ഏലിയാവ് എന്ന് പറയുന്നു, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. Elijah is asking, give me a glass of water. സാരെപ്പത്തിലെ വിധവ പറയുന്നു, എന്റെ വീട്ടിൽ എനിക്കൊന്നുമില്ല. The widow at Zarephath says, I don't have anything in house. ഒരു ദോശയ്ക്കുള്ള മാവ്. I have only flour, so little. അതെന്റെ മോനും കഴിക്കും, ഞാനും കഴിക്കും. My son and me are going to This eat is the that. last supper that we have in our house. This is our last supper. ഇതെന്റെ അവസാനത്തെ ആഹാരമാണ്. This is our last food. ഈ ഭൂമിയിൽ ഒരു നേരം ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ല. We are not going to eat after this. ഏലിയാവ് പറഞ്ഞു, അത് കൊണ്ടുപോകും. Elijah said, bring that. ഇത് മനസ്സിലാക്കുന്നുണ്ട്. How many of you understand that? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ മാറ്റിവെച്ചു. Whatever you separated for your നിന്റെ family, വീട്ടിൽ നീ ഇരുന്ന നേരത്തെ ആഹാരം that must be your last അത് supper. സ്വർഗത്തിന്റെ കയ്യിലെത്തിയപ്പോൾ When it reached the hands of the Lord. ഒരിക്കൽ പറഞ്ഞത് എന്റെ സന്തോഷമാണ്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. I want to tell you once more. ഇന്നലെ മാവ് കാണണമെങ്കിൽ കലത്തി നോക്കണമായിരുന്നു. Yesterday you had to look into the jar. ഇന്ന് കലം കാണണമെങ്കിൽ മാവിനകത്ത് നോക്കണം. Today you have to look into the flour to see the jar. എണ്ണ കാണണമെങ്കിൽ തുരുത്തിക്കകത്ത് നോക്കണമായിരുന്നു. Yesterday you had to look into the bottle to see the oil. തുരുത്തി കാണണമെങ്കിൽ എണ്ണയ്ക്കകത്ത് നോക്കണം. Then look through the oil to see the bottle. അതിനുള്ളവൻ ഇവിടെ ഇരിക്കുന്നതെന്ന്. That is what people are sitting here. സഹായത്തിന് പോകുമ്പോൾ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത മാതാപിതാക്കളുടെ മക്കൾ അതിനകത്തിരുന്നത്. One time we didn't have money to pay for the fare. ഒരു കോഴിയുള്ളതിന്റെ മുട്ട കൊണ്ട് ആലയത്തിൽ കൊടുത്തിട്ട് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചവരുടെ മക്കൾ അവിടെ One ഇരിക്കുന്നത്. time we didn't have money enough to give it to God. ഇന്ന് അതിനെ കൂമ്പാരത്തിന്റെ നടുവിൽ എന്നെയും നിങ്ങളെ കൊണ്ട് This morning we should praise God because He has blessed us richly. ആ കണക്ക് പുസ്തകം നിന്ന് രാവിലെ സ്വർഗത്തിലുണ്ട്. And that book of accounts is in എല്ലാവരും heaven. കുടച്ചാട്ട് Let us close our eyes. പ്രസംഗം അവസാനിപ്പിക്കുക. We're going to wind up here. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ We're പോകുക. going to praise God for some time. ലോകം മറന്ന് ഓർക്കുന്ന ദൈവം, God, the world might forget, but heaven remembers you. ലോകം കണക്കിടാത്തതിനെ കണക്കിടുന്ന ദൈവം God will count things which the world will not take നീ എന്റെ out. ഉഴൽച്ചകളെ എണ്ണുന്നു. He will take out of your problems. നീ എന്റെ കണ്ണുനീർ